ലോകകപ്പ് ആവേശത്തിലാണ് നാടും നഗരവും ഒക്കെ. എന്തായാലും മെക്സിക്കോയിൽ അല്പനിമിഷത്തിനകം തന്നെ ഫുട്ബോളിന് എന്തായാലും മാമാങ്കത്തിന് കൊളുത്തുകയുമാണ്. എന്തായാലും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ലോകകപ്പിന്റെ പ്രതീക്ഷകൾ? ലോകകപ്പ് വലിയ ആവേശത്തോടു കൂടിയാണ് ലോകമെമ്പാടും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ലോകകപ്പിന് വലിയ സ്വീകാര്യതയാണുള്ളത്. ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരു ജനതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കളിക്കളങ്ങളൊക്കെ വളരെ സജീവമാകാൻ വേണ്ടി പോകുന്ന ഒരു മാസക്കാലം കൂടിയാണ് വരാനിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ യുവാക്കൾ ഫുട്ബോൾ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു ലോകകപ്പായി ഈ ലോകകപ്പ് മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഫ്ലെക്സുകൾ അടക്കം ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കൂടുതലാണ്. ആ സമയത്തും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അടക്കം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഘട്ടം കൂടിയുണ്ട്. പലപ്പോഴും ഈ മലബാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഫുട്ബോളിനെ ആഘോഷമാക്കുന്ന സമയത്ത് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് കായിക വകുപ്പ് ഇനി വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്ത് അതിനുള്ളൊരു തീർപ്പിലേക്ക് എത്തുക? ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, കഴിഞ്ഞ ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം എന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിൽ അത് 10% മാത്രമാണ് അതിന് മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകൾ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ അവിടെ ഒരു മിനി സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കളങ്ങളുടെ എണ്ണം കൂട്ടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പണ്ടത്തതുപോലെ പാടങ്ങളോ പറമ്പുകളോ ഒന്നും ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ വലിയ എനർജിയുള്ളൊരു പ്രായമാണ്. കാലുകൾക്ക് വലിയ ബലവും വലിയ വേഗവും, കൈകൾക്കും കാലുകൾക്കും വലിയ ബലവും വേഗവും ഉള്ള സമയം, മനസ്സിന് വലിയ വേഗമുള്ള സമയം. ആ സമയത്ത് അവരെ ഇങ്ങനെ അടച്ചിട്ട മുറികളിൽ ഒതുങ്ങിക്കൂടിയിരിക്കണം എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ അവരെ പരമാവധി എക്സ്പ്ലോർ ചെയ്യണം, അവർക്ക് പരമാവധി കളിക്കാനുള്ള കളിസ്ഥലം ഉണ്ടാകണം. അതിന് വേണ്ടുന്ന പദ്ധതികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനോട് തന്നെ ഞങ്ങളൊരു റിക്വസ്റ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, MLA ഫണ്ടും MP ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള ഒരു സമയം, ഒരു ചെറിയ നിശ്ചയ സമയം, സ്കൂളിൻ്റെ മറ്റൊരു കാര്യത്തിനും ഭംഗം വരാത്ത രീതിയിൽ പൊതുസമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തുറന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം സ്കൂൾ ഗ്രൗണ്ടുകളാണ് നമ്മുടെ നാട്ടിനകത്ത് കൂടുതലുള്ളത്. 5 മണി കഴിഞ്ഞാൽ ഇതെല്ലാം അടച്ചിടുന്നൊരു സാഹചര്യമാണുള്ളത്. 5 മണിക്ക് സ്കൂൾ ഗ്രൗണ്ട് അടച്ചിട്ട് തൊട്ടടുത്ത ദിവസം 10 മണിക്ക് രാവിലെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നതിൽ അർത്ഥമില്ല. ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ എൻഗേജ് ചെയ്യാൻ സമ്മതിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തരാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരുപാട് ഗ്രൗണ്ടുകളും കളിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാം പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന്. രണ്ട്, എല്ലായിടത്തും മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്താനാണ് ഒരു നയം മാറ്റം സ്വാഭാവികമായിട്ടും വേണം. പലയിടത്തും ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പം KCA പലപ്പോഴും ഫുട്ബോൾ അസോസിയേഷൻ തർക്കത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അവരുടെ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു മത്സരം ഇനിയിപ്പോൾ കേരളത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ് വരും വർഷങ്ങളിൽ. അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം ഇപ്പോഴേ തുടങ്ങണ്ടേ? അത്തരം കാര്യങ്ങളിലെ മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേഡിയങ്ങളുടെ എണ്ണത്തിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കണം. CSR ഫണ്ടും അതുപോലെ തന്നെ PPP മോഡൽ പദ്ധതികളിലൊക്കെയായി നമുക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി വലുതാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവും. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ സാധിക്കും. അങ്ങനെ എവിടെ നിന്നൊക്കെ പണം സമാഹരിക്കാൻ കഴിയുമോ അതെല്ലാം സമാഹരിച്ച് നിലവിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വിപുലീകരിക്കാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നയത്തിൻ്റെ ഭാഗമായി നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു വിപുലമായ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ഒരു ചടങ്ങിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ ലോകകപ്പോടുകൂടി മെസ്സിയും റൊണാൾഡോ അടക്കമുള്ളവർ വിരമിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണ്? വിഷമമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? അവരെല്ലാവരും ഒരു പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് വിരമിച്ചാലും ലോകത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ നിന്ന് അവർക്കൊരിക്കലും വിരമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സുകൾ സമ്മാനിച്ച ലെജൻഡറികളാണ് അവരെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിരമിക്കൽ സാങ്കേതികമായി സാങ്കേതികമായി മാത്രമാണ്. അവരുടെ കളികൾ കണ്ട് ആസ്വദിച്ച ആളുകളും അവരെ ആരാധിച്ച ആളുകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ നിന്ന് അവർക്കൊന്നും വിരമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവരെല്ലാം ഫുട്ബോളിൻ്റെ എല്ലാ കാലത്തെയും ഇതിഹാസങ്ങളെ തന്നെ തുടരും. വ്യക്തിപരമായ ഒരൊറ്റ ചോദ്യം കൂടി, ഏത് ടീമിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു സാധ്യത കൽപ്പിക്കുന്നത്? ഞാനപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലോകകപ്പിൻ്റെ മുമ്പ് തന്നെ എനിക്കിഷ്ടപ്പെട്ട ടീമിനെ വെളിപ്പെടുത്തുന്ന തുല്യമായി പോകുന്നത്. ഞാൻ നിലവിലെ 1-2 ആളുകളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ടീമിനെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊരു ഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിൻ്റെ സമയത്ത് അറിയാണ്ടൊക്കെ വെളിപ്പെടുത്തി പോകും. എന്തായാലും ഇപ്പോൾ നിലവിലൊരു സാധ്യതകളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഫാൻസ് ഫൈറ്റിൽ നിൽക്കുന്ന എല്ലാവരും എൻ്റെ ആളുകളാണ് എന്നൊരു മോഡലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അർജൻറ്റീന ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ആയാലും ജർമ്മനിയുടെ ഫാൻസ് ആയാലും ഇംഗ്ലണ്ടിൻ്റെ ഫാൻസ് ആയാലും ഫ്രാൻസിൻ്റേതായാലും എല്ലാവരും ഇപ്പോൾ കായിക വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ. തൽക്കാലത്തേക്ക് ഞാനൊരു പ്രൊഡിക്ഷനിലേക്ക് കിടക്കുന്നില്ല. ഇഷ്ടപ്പെട്ട ടീമുണ്ട്, ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ട്. അതെല്ലാം അതിൻ്റേതായ ഘട്ടങ്ങളിൽ നമുക്ക് പുറത്തുവിടാം.
ഓക്കെ. സംസ്ഥാന കായിക വകുപ്പ് വിപുലമായ പരിപാടികളും അതേപോലെ തന്നെ പദ്ധതികളും ഒക്കെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. വരും വർഷങ്ങളിലും അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു വയ്ക്കുന്നത്.